Hi guys, welcome back to my channel. I am Versha Mas. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നൊരു CS റാങ്ക്ഡ് മാച്ച് കളിച്ചാൽ നമ്മൾ സോളറയിലാണ് വന്നിട്ടുള്ളത്. ഗൈസ് നമ്മൾ റാൻഡം ബംഗാൾസിൻ്റെ ഒപ്പമാണ് കളിച്ചിരുന്നത്. എന്തായാലും നമ്മളിപ്പം കളിച്ചാൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റാൻഡം ബംഗാൾസിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ WS എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം കൂടെ കട്ടാനുള്ളതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ കൊളാബറേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കുറേ നല്ല പ്ലേസിനെ വന്നിട്ടുള്ളത്. നമ്മൾ CS റാങ്ക്ഡ് മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കളിയും കൂടി ജയിച്ചാൽ ഈറയ്ക്ക് അടിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റിന് ശേഷം 5 ഒക്കെ വന്നില്ലോ. പുതിയതാണോ എനിക്കറിയാം. ഞാൻ പിന്നെ കളിക്കുമ്പോൾ ഇപ്പോൾ ആദ്യമൊക്കെ ഡയമണ്ട് 5 കഴിഞ്ഞാൽ ഈറയ്ക്കായിരുന്നു, ഡയമണ്ട് 4 കഴിഞ്ഞാൽ ഈറയ്ക്കായിരുന്നു. ഇപ്പോൾ ഡയമണ്ട് 5, പ്ലാറ്റിനം 5 എന്തൊക്കെ കുന്ത്രണ്ടങ്ങൾ അറിയണേ. BR വരെ ഉണ്ട് പ്ലാറ്റിനം 5. എന്തായാലും നമുക്ക് നമ്മളെ WSP നമ്മളെടുത്തൊരു കട്ടാനുണ്ട്. എന്തായാലും 2-3 കില്ലൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പോകണേ. നമ്മൾ മേലെ കയറി വയ്ക്കുമ്പോൾ ഇവിടെ ഒരു വെടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കി ഇവിടെ ആരുമില്ല. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടീമേറ്റ്സിൽ ഒരുത്തൻ ഡൗൺ ആയിട്ടുണ്ട്. ബംഗാൾസിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ പിന്നെ അങ്ങനെ വിളിച്ചാൽ പൊക്കലും മറ്റേ അങ്ങനെ ഇല്ലല്ലോ. ഉടനെ അപ്പോത്തിന് ബംഗാളി ആർക്കും കൂട്ടുണ്ടേനി. പെട്ടെന്ന് നമ്മൾ പോയി കണ്ട അവിടെ രമിൻ്റെ അവൻ്റെ 99 എടുത്ത് അവൻ്റെ തലക്ക് അടിച്ചതിന് ഇതിന് സൈഡിൽ നിന്ന് അടിച്ച് അപ്പോത്തിന് ബാക്കിയുള്ള ടീമേറ്റ്സ് എല്ലാവരും കൂടി. പിന്നെ സ്പെക്ക് നോക്കുമ്പോൾ ഒരു ഇമോട്ട് ഇടുണ്ടേനി. VR ഇറയ്ക്ക് എടുക്കുമ്പോൾ ഇട്ടുണ്ട് ഇമോട്ട്. ഉടനെ ഓനെ തീർക്കാമെന്ന് വിചാരിച്ചാണ്ട് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്, മിനിയൂസ് എടുത്തിട്ടുണ്ട്. നമ്മളെ ചെറിയ കുത്തിപ്പിടുത്തൊക്കെ മിനിയൂസ് എടുത്തിട്ടുണ്ട്. എങ്ങനെയാലും ഇമോട്ട് തന്നെ കൊടുക്കണം വിചാരിച്ചത്. പിന്നെ ഈ കളി എടുത്തുകൊണ്ട് ഇമോട്ട് ഇട്ടാൽ പിന്നെ കളി ആകെ മൂഞ്ചും. നമ്മൾ ഈ കളി വെച്ചാൽ ഹീറോയ്ക്ക് അടിക്കും. ഈ കൂട്ടത്തിൽ ഒരുത്തൻ നല്ല കളിക്കണ പോലെ തോണ്ട് നേരത്തെ നല്ല ഓൻ്റെ വണ്ടിയിലൊക്കെ കണ്ടിട്ട് നല്ല കളിക്കും തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ എത്ര പേര് ആ സ്ക്വിഡ് ഗെയിമിൻ്റെ പുതിയ വണ്ടിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ എടുത്തു പോയി കമൻറ്റ് ചെയ്സ്. പുതിയ കൊളാബറേഷൻ വെച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സാധനം വന്നില്ലേ, ആ ഇത് തല തിരിഞ്ഞാണ്ട് നോക്കിക്കാണ്ടുള്ള BRലൊക്കെ ഉണ്ട്. ആരൊക്കെ എടുത്തു കമൻറ്റ് ചെയ്സ്. അപ്പോൾ നമ്മൾ മിനിയൂസ് എടുത്തോടെ അങ്ങനെ വെയിറ്റ് ചെയ്യണേ. അവിടെ എടുത്താൻ കാത്ത് നിൽക്കണ്ടേ. നമ്മൾ കയറിപ്പോയി ചാവുന്നേ. അപ്പോൾ നമ്മുടെ ടീമേറ്റ് നല്ല ഡാമേജ് നമുക്ക് ദിമിത്തിരിട്ടെടുത്തേ. പിന്നെ അപ്പോഴത്തേനും ഓരോ കില്ലും ഫിനിഷ് ചെയ്ത് അവിടെ കിട്ടി MP5 എടുത്തുകൊണ്ട് നല്ല ഗ്ലൂ ആയിട്ട് ഒരു മെഡൊക്കെ അടിക്കുക വിചാരിച്ചിട്ട് ഒരു മെഡ് അടിക്കുകയായിരിക്കും. അവിടെ അപ്പോഴത്തേനെ നമ്മുടെ ടീമിലെ ഒരാൾ നോക്കായിട്ടുണ്ടായിരുന്നു. ഓല് ആകെ 2 ആളുള്ളൂ. അപ്പോഴത്തേനും ഓല് നെയ്ഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ MP5 എടുത്തുകൊണ്ട് നേരെ പോയി അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് അവൻ്റെ തല പുറത്ത് കണ്ട് തലയാണ് സ്കോപ്പ് ഇതും ആവണില്ല. അപ്പോൾ ഇതിന് അവന് നിലത്ത് കൂടെ ഒന്ന് നിൽക്കണുണ്ട്. അപ്പോൾ ഇതിന് അവനെ കുത്തി പിടിച്ച് അവനെ മേത്തൊക്കെ തട്ടണമില്ല. അവസാനം കുത്തി പിടിച്ചതന്നെ അവനെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാഗിൽ നിന്ന് ഒരുത്തം അടിച്ച് ഓനെ അടിക്കാൻ പോയി. നമുക്ക് ഓൾറെഡി കുറച്ച് ഡാമേജ് ഇനി ഈ ഓറിയോൺ ഐസ് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടറൊന്നും തീരെ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ട് ഉണ്ട് മൂഞ്ചെങ്കിലും സെക്കൻഡ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ബംഗാളികൾ കുറേ അവിടുന്ന് ഇങ്ങോട്ടും വിളിച്ചൊക്കെ പറയുന്നുണ്ടേനി. ഓല് ഇമോട്ടടിച്ച് മറ്റേ മറിച്ച്. അപ്പോൾ നമ്മൾ MP5ൻ്റെ കൂടെ ഒരു MH എടുക്കാൻ വെച്ചു. പിന്നെയും MH വേണമെങ്കിൽ നമ്മളെ ടീമേറ്റ് എന്തോ ഡ്രോപ്പ് MH റിട്ടേൺ കൊടുത്താണ് ആ തോക്കിൻ്റെ പേരെന്തിനാ 36 അങ്ങനെ എന്തോ അല്ലേ. ഞാൻ ആ തോക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ടേ. നമുക്ക് ലോങ് റേഞ്ചിൽ നിന്ന് നല്ല രീതിയിൽ അടിക്കാൻ പറ്റുമെന്ന് വെച്ചു. ലോങ്ങിൽ നിന്ന് കുറച്ച് ഡാമേജ് കൊടുത്താലും കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയി. അപ്പോൾ തന്നെ നമ്മളെ ടീമേറ്റ് നമ്മളെ കുമ്മിയിട്ടുണ്ട്, നമ്മളെ കില്ല് കുമ്മിയിട്ടുണ്ട്. എന്തായാലും കയറി പോയേക്കാം. എന്തായാലും കയറി കൊണ്ടുവരും. അപ്പോൾ തന്നെ നമ്മൾക്ക് കുറച്ച് ഡാമേജ് ഇട്ടുകൊണ്ട് ദിമിത്തിട്ട് നമുക്ക് മെല്ലെ ഒന്ന് കയറി പോയേക്കാം. അപ്പോൾ നമ്മളെ ടീമേറ്റിന് നല്ല ഡാമേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുത്തൻ ഓനെ ഓനെ ടീമേറ്റ് അടിച്ച് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കില്ലൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുത്തേ. അപ്പോൾ സൈഡിലൊരു എനിമിനെ കണ്ടേ. അവൻ വെറുതെ അങ്ങനെ അനങ്ങാക്കണുണ്ടപ്പം ഓനെ കുത്തി പിടിച്ച് നോക്കിട്ടാണ്. പിന്നെ നമ്മളപ്പുറത്ത് നടിക്കാൻ തുടങ്ങി. നമ്മളെ ടീമേറ്റ് ബാക്ക് പോയി ഓനെ നോക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ കളി കില്ലൊന്നും കിട്ടണില്ല. ടീമേറ്റ്സ് തന്നെ മൊത്തത്തിൽ കില്ലെടുക്കുകയാണേ. അപ്പോൾ എന്താ കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ MP5 മാക്സ് ഇല്ല. അപ്പോൾ നമ്മൾ ടീമേറ്റ് നോക്കായിട്ടുണ്ടായിരുന്നു. അവനെ പൊക്കി കൊടുത്തേ. പിന്നെ അവൻ പിന്നെ നോക്കുക, അവനെ പിന്നെയും പൊക്കി കൊടുത്തേ. ടീമേറ്റ് കുഴപ്പമില്ല. ഇവിടെ പൊക്കിൽ കുറച്ച് കൂടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എടുത്ത് വന്നപ്പോൾ അവൻ്റെ തലമണ്ടയ്ക്ക് കുത്തി പിടിച്ചോണ്ട് നോക്കാക്കിണ്ടോ അവനാ. അപ്പോൾ ഇതിന് നമ്മൾ നോക്കായി. പിന്നെ നമ്മളെ ടീമേറ്റ് അപ്പുറത്ത് അപ്പോൾ നമ്മൾ നോക്കായി കണ്ടിട്ട് അപ്പുറത്ത് പോയി. നമ്മളെ വേറൊരു ടീമേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ആ നൂബാണ് അപ്പോഴത്തിന് നോക്കായിട്ടുണ്ടായിരുന്നു. മറ്റവനാണെങ്കിൽ ഓറിയൻ. ആ ഓറിയൻ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല.
ഓറിയായിട്ട് ഓനെ അടിച്ചോ അപ്പോൾ ഓറിയിടും. അപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് വന്നാണ് നമ്മളെ പൊക്കിണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഓനെ എന്തായാലും വരും വിചാരിച്ചോ അടിക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഫ്രീസ് എടുത്ത് തരുന്നുണ്ട്. ആ ഫ്രീസിനയുടെ അപ്പോൾ തന്നെ അവനെ കവറിൽ നിന്ന് അപ്പോൾ നമ്മുടെ ടീമേറ്റ് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ചെറുതായിട്ടൊരു ലാഗ് വന്നു. അപ്പോൾ ഞാൻ ദിമിത്രൊക്കെ ഇട്ടുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ ടീമേറ്റിനെ ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ പിന്നെ കൈയൊക്കെ തട്ടി മിനീച്ചൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ പെട്ടെന്ന് MP5 മാക്സ് എടുത്ത് അവനെ കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ട്. 2 അടി അടിച്ചപ്പോൾ ചത്തേ. നമ്മളിപ്പോൾ ഏകദേശം ഈ കളി 3 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ കളി നമുക്ക് എങ്ങനെ ജയിക്കണം ഗൈസ്, എന്നിട്ട് ഹീറോയ്ക്ക് അടിക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ കളിയും കൂടി ജയിച്ച് നമ്മൾ പിന്നെ ഹീറോയ്ക്ക് നമ്മൾ 7 ഹീറോയ്ക്ക് എടുക്കും. CS 7 BR ഇപ്പോൾ 3 അടിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നത് 3 തന്നെ ആയിരിക്കും. പിന്നെ ഈ കളി നമ്മളെ MH എടുത്തിട്ടുണ്ട്, മറക്കണ്ട ഗൈസ്. നമ്മളെ MH പ്ലെയറാണ്. MH നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സാധാരണ ഞങ്ങൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഒരു MP5 ആവശ്യപ്പെട്ട് അവനക്കൊരു MP5 എടുത്തെടുത്ത് നമ്മളടുത്താണ് ഒരു ഇതുണ്ട്, അരിവാള് നമ്മളടുത്തൊന്നുണ്ട്. ഇനി അവൻ പിടിച്ചിങ്ങനെ പോകണ പെട്ടെന്ന് പോകാനേ. അപ്പോൾ ഗൈസ് നമ്മൾ 3 കില്ലും അത്യാവശ്യം ഡാം കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ 1352 ഡാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ടീമേറ്റ് നല്ല അടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ കവറിലാ പോയി ഇറങ്ങിക്കാണ്ട് ചാവണ്ടല്ലോ വിചാരിച്ചാണ്ട് ഞാൻ ഇവിടെ തന്നെ വില നിൽക്കുമായിരുന്നു. എന്തായാലും പുറത്തേക്ക് വരുമല്ലോ, അപ്പോൾ അടിച്ച് വെട്ടിയൊക്കെ വിചാരിച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ ഒരു എനിമീനെ കണ്ട. അപ്പോൾ അവർക്ക് നല്ല കുത്തിപ്പിടിച്ച് നമുക്കൊരു 63 കൊടുത്ത് എല്ലാവർക്കും നല്ല ഡാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല അടിയിട്ട് ഒരുത്തന്നെ പിന്നെ നല്ല രീതിയിൽ കുത്തിപ്പിടിച്ച് അവിടെ ഓന് പിന്നെയും കവറിൽ നിന്ന് പിന്നെ അടുത്തേക്ക് പോയി. ഓനെന്തായാലും കില്ലെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 1v4 സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം നമ്മളൊരു ഏസ് പ്രതീക്ഷിക്കാൻ പറ്റുക വെച്ചാൽ പ്രതീക്ഷിക്കുക. അവിടെ സോൾജി ഒരുത്തുണ്ട്, ഓനെ എനിക്ക് കഴിയാത്ത. അപ്പോൾ തന്നെ ഒരു രൂപം വന്ന് നമ്മളെ കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ട്. ഒരു ഇമോട്ട് ഉണ്ടാകുന്നതാണ് ഞാൻ അങ്ങനെ നോക്കണത്, വേറെ ഒന്നും വിചാരിക്കേണ്ട ഐസ്. പിന്നെ ഐസ് ഞാനിപ്പോൾ ഏത് കണ്ണെടുക്കാനായിട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമ്പം അത് MP40 എടുത്താലോ വിചാരിച്ച്, പിന്നെ MH എടുത്താലോ വിചാരിച്ചു. പിന്നെ MH വേണ്ട വിചാരിച്ച് നമ്മൾ ട്രോഗൺ എടുത്ത് 3 ബ്ലൂ വാളും ഇത് എടുത്തിട്ടുണ്ട്, ഒരു ഹെൽമെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ് എനിക്ക് ഈ ട്രോഗണിന് വലിയ താല്പര്യമില്ല, വേറെ ഇത് എടുക്കണമെന്നാണ് എനിക്കുള്ളത് മനസ്സിലുള്ളത്. അവിടെ ഗൈസ് എങ്ങനെയാലും കളി ജയിക്കണമല്ലോ. ടീമേറ്റ് അവിടെ ഇമോട്ടൊക്കെ അടിച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് പോയിക്കാൻ ട്രോഗൺ കൊണ്ട് 2 കില്ലൊക്കെ കൊടുത്തിട്ട് മാസം കാണിക്കാൻ വിചാരിച്ച് പോവുമായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ 2 എനിമി നമ്മുടെ ടീമേറ്റ്സിനെ അടിക്കാൻ നോക്കണ്ടേ, സ്കോപ്പ് ചെയ്ത് കണ്ടേ. ഇപ്പം ഞാൻ കരുതി ബാക്കിൽ കൂടെ പോയി അടിച്ചാലും നമ്മുടെ അടുത്ത് ട്രോഗണില്ല, എങ്ങനെയായാലും ബാക്കിൽ കൂടെ പോയി അടിക്കാൻ വിചാരിച്ചാണ്ട് നല്ല ട്രോഗൺ എടുത്ത് ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനെ സോൺ ബ്ലൂ ആയിട്ട് നമ്മളാണെങ്കിൽ കുടുങ്ങി. നല്ല ബ്ലൂ ആൾ പൊട്ടിച്ചപ്പോഴത്തിന് ബാക്കിൻ്റെ മുന്നൊന്നും എല്ലാവർക്കും കൂടി അടിച്ച് നമ്മൾ എന്തായാലും പെട്ടേച്ചിട്ടുണ്ട്. ബാക്കിൽ ഞാൻ അങ്ങനെ എനിമിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. എലിമിനേഷൻ റീപ്ലേ നോക്കിയ ഗൈസ്, എലിമിനേഷൻ റീപ്ലേ നോക്കണം. അപ്പോൾ ഗൈസ് ബാക്കിൽ ഒരുത്തുണ്ടായിരുന്നു, സ്പീഡും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഓന് G36 വെച്ച് കുത്തി പിടിച്ച് കൊന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ടീംമേറ്റ്സ് 2 ആളുണ്ട്. ഈ കളി മിക്കവാറും മൂഞ്ചാനാ സാധ്യത. 2 ന്യൂബന്മാരാണ്, റാൻഡം ബംഗാളിസിൻ്റെ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ 2 ന്യൂബന്മാരാണ്. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ UID വിട്ടിരുന്നു, കുറേ ആൾക്കാർ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ 2-3-4 ആൾക്കാരൊക്കെ ഫ്രണ്ടാക്കിയിട്ടുണ്ട്. എന്താ സ്ട്രീന്ന് പേരുള്ളവനോ അവരൊക്കെ. അപ്പം ഞാൻ ഒരു കളിയൊക്കെ കളിച്ചിരുന്നു, ലോങ് ഗോൾഫൊക്കെ കളിച്ചിരുന്നു, കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം കളിച്ചിരുന്നു. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് നല്ലൊരു പ്രോപ്പർ സ്കോഡ് വേണം BR CS റാങ്ക് പുഷ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് അറിവിൽ റാൻഡം പ്ലേയേഴ്സ് മതി. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തി ഇമോട്ടിട്ട് നമ്മൾ ഈ കളി റൗണ്ട് 3 കൊണ്ട് തന്നെ ഒരുത്തി ഇമോട്ടിട്ട് ഞാൻ എൻ്റെ കയ്പ എങ്ങനെ തീർക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രോത്ത് എടുക്കാൻ വിചാരിച്ചു. പിന്നെ എപ്പോഴും നമ്മൾ എടുക്കണം MP5 ഉണ്ടല്ലോ, മാക്സിമം 3 ബ്ലൂ വാൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്പ എങ്ങനെ തീർക്കണം, ഞങ്ങളുടെ കയ്പ തീർക്കണം. അതുകൊണ്ട് ഇമോട്ടിടലും പട്ടിഷോ എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് ഈ കളി ജയിക്കണം എന്നല്ല, ഓനോ റിവെഞ്ച് എടുക്കണം എന്നാണ്. ബംഗാളി തെറിയും പറയണ്ടേ. ബംഗാളി ഞാൻ മൈക്ക് ഓണാക്കിയില്ല, കൂടുതൽ ഞാൻ മെസ്സേജ് അയക്കലാണ്. അതുകൊണ്ട് തന്നെ ബംഗാളി കുറേ തെറിയൊക്കെ പറയണ്ടേ. ബംഗാളി ഇമോട്ടടിച്ചതിന് കുറേ തെറി പറയണ്ടേ. എന്തായാലും നമുക്ക് പോയിക്കൊണ്ട് അടിക്കുക. പിന്നെ ഇതിൻ്റെ തല പുറത്തുകൊണ്ടായിട്ട് തലമണ്ട അടിക്കാണ്ട് കുത്തി പിടിച്ചുകൊണ്ട് തല പൊട്ടിച്ചണ്ടിട്ടുണ്ട്. നമ്മളൊരു നോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ സൈഡിൽ നിന്ന് അടി ഇട്ടിട്ടുണ്ട്. പിന്നെ വെറുതെ പോയിക്കൊണ്ട് അടി വാങ്ങിയാണ്ട് നോക്കാണ്ട ഇമോട്ട് റിവെഞ്ച് എടുക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാണ്ട്
നല്ല പൊയ്ക്കാണ് ഓനെങ്ങനെ അടിക്കാൻ വിചാരിച്ചാണ്ട് ബാക്കിൽ കൂടെ പോവാൻ വിചാരിച്ചാണ്ട് ബാക്കിൽ കൂടെ പോവാണ്. നമ്മളെ ക്യാരക്ടറാണ് ദിമിത്രിയാണ്. ബാക്കിയുള്ളവർക്ക് ദിമിത്രി മറ്റേത് മറിച്ചത് ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ദിമിത്രിയിലും ഇടണ്ടേ. അപ്പോൾ ഇവിടെ നോക്കൊക്കെ ഉണ്ടായിരുന്നു. ആ നോക്ക് ഫിനിഷൊക്കെ വിചാരിച്ചു ഇതിന് ഒരു 2 ഇന്നിങ്ങനെ നോക്കുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ തീർത്തോന്ന് വിചാരിച്ചാണ്ട് ഞാൻ MP5 മാക്സും കൊണ്ട് അടിക്കാറുണ്ടായിരുന്നു. അത് നമ്മളെ ടീമേറ്റ് നോക്കുക അപ്പോൾ തന്നെ അടുത്ത് 2 ഗ്ലോൾ ഇട്ടെടുത്താണ്ട് ദിമിത്രി ഇട്ടെടുത്തിരുന്നു. അതിന് മറ്റേ റോങ് കൊണ്ട് തന്നെ കുത്തി പിടിച്ച് അറിയാമല്ലോ, കുത്തിപ്പിടി തോക്കാണേ. കുത്തി പിടിച്ചമാരുണ്ടാവും. അപ്പോൾ ഇത് പിന്നെ നമ്മളെ ടീമേറ്റ് ഉണ്ട്, ഓനെ നേരെ പോയിക്കാണ്ട് കുത്തിയാണ്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇത് നമ്മളെ മറ്റേ സ്ഥലമാണ്. BR ഞാൻ എപ്പോഴും സോളർ ഇവിടെയാണ് ഞാൻ എപ്പോഴും ഇറങ്ങാറുള്ളത്. പിന്നെ ഞാനൊരു ഗ്രോസ മാക്സും വെസ്റ്റും ഹെൽമെറ്റൊക്കെ മാക്സ് ആക്കിയിട്ടുണ്ട്. കൂട്ടത്തിലൊരു മിനിയൂസ് എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഗ്രോസ കൊണ്ടൊക്കെ അടിച്ച് നമ്മളുടെ കേസ് എനിക്ക് ഈ സ്ഥലം എത്ര കൊണ്ട് പിടിച്ചിട്ടില്ല. ഇനി മറ്റ് BR ഇറങ്ങുമ്പോൾ ഇവിടേക്കൊന്നും ഞാൻ വരലല്ല. പക്ഷേ ഇവിടെ അപ്പുറത്തേക്ക് എവിടേക്ക് പോകണമെന്ന് കാണിക്കുന്നുണ്ടല്ലോ ഈ പുതിയ മാപ്പിലൊക്കെ. നമ്മൾ ഗ്ലാസ്സുമായുള്ള സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല കേസ്. പിന്നെ ഈ സാധനം ഈ പോണ സാധനം ഉണ്ടല്ലോ അതും ഇഷ്ടമല്ല. നമ്മളെ എനിമിനൊക്കെ അടിച്ചപ്പം നല്ല ഡാം എടുത്ത് കേൾക്കാറ്. അപ്പോൾ ഇതിന് എനിമി എയിമ കയറി ഗ്ലോളിലിട്ട് പോകും. പിന്നെ അങ്ങനെ അതിനെ അടിക്കാൻ കഴിയാം. പിന്നെ ഞാനെന്തായാലും ഇവിടെ മേലെ പോയി ടോപ്പ് നിന്നുകൊണ്ട് ഒരു ലംബോർഗിൻ്റെ ഗ്ലോൾ എടുത്തിട്ടുണ്ട്. ഓനാണ് ഇങ്ങോട്ട് അടിച്ചത്, ഓനെയാണ് നമുക്ക് അടിക്കേണ്ടത്. അതുകൊണ്ട് സപ്പോർട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ അടിക്കേണ്ട ചെക്കന്മാരെ. ബംഗാളീസിൻ്റെ ഒപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ എനിമി എവിടെയൊന്നും കാണുന്നില്ല. മറ്റേ ആകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പറഞ്ഞ് തരുമനി അവിടെ എനിമുണ്ട് അവിടെ എനിമുണ്ട്. ഒരു കേസ് ഇതിലങ്ങനൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മളെ ചെക്കന്മാരവിടെ ഒരുത്തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എനിമി അങ്ങനെ ഞാൻ 25-27 കൊടുത്ത് അത് മറ്റവനായി നേരത്തെ ഇങ്ങോട്ട് ഇട്ടാണ്. അപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് അവനെ ബാക്ക് കൂടെ പോയി കണ്ട് അടിച്ച് കൊന്നിട്ടുണ്ട്. എന്തായാലും കളി പോയി കണ്ട് ഇനി ആകെ ഒരു എനിമുള്ളൂ. ഏകദേശം ഈ കളി ജയിച്ച്. അപ്പോൾ കേസ് നമ്മൾ ഈ കളി ബൂയി അടിച്ചിട്ടുണ്ട്. പിന്നെ കേസ് നമ്മൾ ഈ കളി ജയിച്ചാൽ ഹീറോയ്ക്ക് അടിക്കുമായിരുന്നു. ഞാനത് വിചാരിച്ചിട്ടില്ല. ഇനിയും ഡയമണ്ട് എത്ര ഉണ്ട് വിചാരിച്ചിരുന്നു. കേസ് നമ്മൾ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ 7 ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ BR കൂടി ഹീറോയ്ക്ക് അടിക്കണം. കേസ് നമ്മൾ 7 അടിച്ചിട്ടുണ്ട്. പിന്നെ കേസ് ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഒപ്പം കളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് റിക്വസ്റ്റ് ഇട്ടാൽ മതി. ഞാൻ ഈ വീഡിയോ കമൻറ്റ് ചെയ്യണ്ടേ.